ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി പാർലറിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് മീരയെ കാണുന്നുണ്ട്. ജോലിയിൽ നിന്ന് പ്രമോഷൻ കിട്ടണ പോലെ സ്വർണ്ണ ചെയിനിൽ നിന്നും മഞ്ഞ ചരടിലേക്ക് മാറിയോന്ന് മീര ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ? വർഷയുടെ മുന്നിൽ നാണം കെടാതിരിക്കാനായിട്ടാ താൻ ആ സ്വർണ്ണമാല പണയം വെച്ചതെന്നും എല്ലാത്തിനും കാരണം ആ സച്ചിയാണെന്നും ശ്രുതി പറയുമ്പോൾ, ശ്രുതിയുടെ അമ്മ സ്വർണ്ണമാല വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ വേണ്ടെന്ന് പറഞ്ഞേ? ആ വീട്ടിൽ വർഷയെ പോലൊരു കോടീശ്വരി ഉള്ളപ്പോ അവളുടെ മുന്നിൽ മഞ്ഞച്ചരടും കെട്ടി നടക്കേണ്ടേ നിനക്കെന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട്. കുറച്ചുനാള് ഈ മഞ്ഞച്ചരടാണ് എന്നെ രക്ഷിക്കാൻ പോണത്. ഞാൻ മാല പണയം വെച്ചത് ശ്രുതിക്ക് ആകെ ടെൻഷനായി. അവൻ എന്നോട് മര്യാദയും സ്നേഹവും എല്ലാം കൂടിയിട്ടുണ്ട്. കാരണം അവൻ്റെ അഭിമാനം സംരക്ഷിച്ചത് ഞാനാണല്ലോ. ഈ മഞ്ഞച്ചരട് കാണുമ്പോഴെല്ലാം അവനു വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം അവൻ ഓർമ്മ വരും. എൻ്റെ ചെറിയ തെറ്റുകൾ വരെ അവൻ ക്ഷമിക്കും. ശ്രുതിയുടെ അമ്മ ഇപ്പോൾ ഈ മാല വാങ്ങിത്തന്നാലും എൻ്റെ അച്ഛൻ ജയിലിൽ നിന്നിറങ്ങി അതിൻ്റെ ഇരട്ടിക്കാശ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള കുരുട്ട് ബുദ്ധി അവർക്ക്. അച്ഛൻ എപ്പോഴാ വരണേന്ന് ചോദിച്ച് അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുറച്ചു നാളെ ഈ മഞ്ഞച്ചരടും കെട്ടി നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇത് കാണുമ്പോൾ അവരുടെ മകനു വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം അവരുടെ മനസ്സിലുണ്ടാവും. അതുവരെ എനിക്കും ചോദ്യങ്ങളൊന്നുമില്ലാതെ റിലാക്സ് ആയി നടക്കാം എന്ന് ശ്രുതി പറയുമ്പോൾ, എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു എന്ന് മീരയും പറയുന്നുണ്ട്. രാത്രിയാവുമ്പോൾ രേവതി അവിടെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ വീട്ടിലെത്തിയ സച്ചി ആരും ഓട്ടം വിളിക്കുന്നില്ലെന്നും ജോലിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്നും പറയുമ്പോൾ രേവതി അവിടെ ഇരുന്ന് ക്ഷീണത്തോടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് എന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും സച്ചി ചെന്ന് അവളെ തൊട്ടു നോക്കുമ്പോൾ പൊള്ളുന്ന ചൂട്. നല്ല പനിയുണ്ടെന്നും ഈ പനിയും വെച്ചാണോ പൂ കെട്ടുന്നതെന്നും ഡോക്ടറെ കാണിച്ചു വരാമെന്നും പറഞ്ഞ് സച്ചി വഴക്ക് പറയുമ്പോൾ അത്രയ്ക്കൊന്നുമില്ലെന്നും ചെറിയ പനിയാണെന്നും മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക വാങ്ങിച്ചാൽ മതിയെന്നും ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് രേവതി പറയുമ്പോൾ, എന്നാൽ താൻ മരുന്ന് വാങ്ങിച്ചു വരാം, അതുവരെ റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് ശ്രുതിയുടെ റൂമിൽ അവളെ കൊണ്ടുപോയി കിടത്തി മരുന്ന് വാങ്ങാനായി പോകുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതിയും കൂടി ജോലി കഴിഞ്ഞു വരുന്നത്. ഇന്നും താൻ ക്ഷീണിച്ചെന്നും വളരെയധികം ജോലി ഉണ്ടായിരുന്നെന്നും ശ്രുതി പറയുമ്പോൾ, ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവുമെന്നും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്നും ശ്രുതി പറയുമ്പോൾ, താൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന രേവതിയെ അവൻ കാണുന്നത്. അവൻ ശ്രുതിയെ വിളിച്ച് അത് കാണിച്ചു കൊടുത്തിട്ട് അമ്മയുടെ റൂമിലേക്ക് ചെന്ന് അമ്മയോടായി, ആളില്ലെങ്കിൽ ആർക്കും കയറി റൂമിലങ്ങ് കിടക്കാന്നാണോന്ന്? മനുഷ്യൻ കഷ്ടപ്പെട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്താലോ? ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ശ്രുതി പറയുമ്പോൾ, നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കാര്യം എന്താന്ന് ചന്ദ്ര ചോദിക്കുക. ആ രേവതി തൻ്റെ റൂമിൽ കയറി കിടക്കാണെന്നും പോയി അവളെ പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കെന്നും ശ്രുതി പറയുമ്പോൾ, ചന്ദ്രമതി ഇത് കേട്ട് രേവതി അവിടെ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരുന്നതാണല്ലോ, അപ്പോഴേക്കും അവൾ അവിടെ പോയി സ്ഥലം പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് നോക്കുമ്പോഴേക്കും രവി അങ്ങോട്ട് വന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി ശ്രുതിയുടെ റൂമിൽ കയറി കിടന്നെന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ? അവർ ഈ ആഴ്ച ആ റൂമിൽ തന്നെയല്ലേ കിടക്കേണ്ടതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതിന് ഇത്ര നേരത്തെ തന്നെ പോയി കിടക്കണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, അവള് പൂക്കച്ചവടമെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ കിടന്നതാവും, അല്ലെങ്കിൽ ഇത്ര നേരത്തെ തന്നെ അവൾ കിടക്കാറുണ്ടോ? അവൾ അവിടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ട് പോവാനായി തുടങ്ങുമ്പോൾ, അച്ഛാ, ഞാൻ പഴയ പോലെയല്ല, ഇപ്പോൾ ഒരു ബിസിനസ് മുതലാളിയാ. ഡെയിലി കസ്റ്റമേഴ്സിനോടും ഡീലേഴ്സിനോടും വായിട്ടലച്ച് 1000 ടെൻഷനും കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഹാളിലൊന്നും കിടന്നാൽ തൻ്റെ ഉറക്കം ശരിയാവില്ലെന്നും ഹാളിൽ കിടക്കാൻ പറ്റില്ലെന്നും എനിക്ക് എൻ്റെ റൂമിൽ തന്നെ കിടക്കണമെന്നും ശ്രുതി പറയുമ്പോൾ, സാധാരണ രേവതി ഉറങ്ങുന്ന സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇത് ഞങ്ങൾ വരുമെന്ന് വിചാരിച്ച് അവൾ നേരത്തെ തന്നെ റൂം കിട്ടാൻ വേണ്ടി കയറി കിടന്നതാ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്രമതി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തനിക്കും അത് തന്നെയാ തോന്നുന്നത്, അല്ലാതെ ഈ പൂക്കെട്ടൽ നിർത്തി അവൾ ഇങ്ങനെ പോയി കിടക്കോ? അവളെ ഞാനിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവളെ വിളിക്കാനായി പോകുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രയെ തടഞ്ഞുകൊണ്ട്, രേവതിക്ക് നല്ല സുഖമില്ലെന്നാ തോന്നുന്നത്, അതാണ് പെട്ടെന്ന് പോയി കിടന്നത്. സച്ചി വരുന്നവരെ അവൾ അവിടെ കിടക്കട്ടെ, അതുവരെ നീ അവളെ ശല്യം ചെയ്യണ്ടെന്ന് ചന്ദ്രയോടായി പറഞ്ഞിട്ട് രവീന്ദ്രൻ റൂമിലേക്ക് പോകുന്നുണ്ട്. രവീന്ദ്രൻ പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയുടെ റൂമിലേക്ക് ചെന്ന് വയ്യാതെ കിടക്കുന്ന രേവതിയെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട്, എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? മഹാറാണിയെപ്പോലെ വന്നു കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഉറങ്ങിയിട്ടൊന്നുമില്ലെന്നും ക്ഷീണം കാരണം കിടക്കായിരുന്നു എന്നും രേവതി പറയാ. നീ റൂം കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നേരത്തെ കിടന്നത്? രാവിലെ ഞാൻ അത്രയും പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ?
എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവളെ വഴക്ക് പറയുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല, തനിക്ക് തീരെ വയ്യെന്നും പനിയാണെന്നും രേവതി പറയുന്നുണ്ട്. ഈ റൂമിൽ തന്നെ വന്ന് കിടന്നാലേ നിന്റെ പനി മാറൂ. റൂമിൽ കിടക്കാനായി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. കിടക്കാനാണെങ്കിൽ പുറത്ത് വേറെ എത്ര സ്ഥലങ്ങളുണ്ട്? ഈ റൂമിൽ തന്നെ വന്ന് കിടക്കണോ? നീ നിന്റെ വീട്ടിൽ AC റൂമിലായിരുന്നല്ലോ കിടന്നത്. നാണമുണ്ടോ നിനക്ക് റൂം പിടിക്കാനായി നേരത്തെ വന്ന് കിടക്കാൻ? എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവളെ വഴക്കു പറയുന്നതിനിടയ്ക്കാണ് ഇത് കേട്ടുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്നത്. തീരെ വയ്യാത്തോണ്ട് കുറച്ചുനേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കിടന്നതാണെന്നും അതിനിങ്ങനെ മോശമായൊക്കെ സംസാരിക്കണമെന്നും രേവതി ചോദിക്കുമ്പോൾ, വയ്യെങ്കിൽ സ്പെഷ്യൽ റൂമിലെ കിടക്കൂ, നിനക്കൊക്കെ വേണ്ടിയാ ജനറൽ വാർഡുള്ളത് എന്നൊക്കെ ചന്ദ്ര വീണ്ടും അവളെ വഴക്കു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കുന്ന രേവതി പറയുമ്പോൾ, ഇനിയും എന്തു നോക്കി നിൽക്കാമെന്നും ചോദിച്ച് ചന്ദ്രമതി അവളെ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്ക് തള്ളിവിടുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സച്ചിയെ ചന്ദ്ര കാണുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്? നിർത്തിയോ? ബാക്കി കൂടി പറ എന്ന് സച്ചി പറയുമ്പോൾ ശബ്ദം കേട്ട് രവിയും അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ അച്ഛാ, അമ്മ പറഞ്ഞത് കേട്ടോ എന്ന് സച്ചി ചോദിക്കും. അപ്പോഴേക്കും അവളെ പോയി വിളിച്ചുണർത്തിക്കൊണ്ട് വന്നോ? അവളെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് രവി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വർഷയും ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. സുധിയുടെ റൂമേ ഒരു 5 സ്റ്റാർ ഹോട്ടലാണെന്നും അവിടെ ഇവരെ പോലുള്ള VIP-കളൊക്കെ കിടക്കാൻ പാടുള്ളൂ എന്നും സച്ചി പറയുമ്പോൾ, പിന്നെയും റൂം പ്രശ്നമാണോ? എന്നും ഈ വീട്ടിൽ ഈ പ്രശ്നമാണല്ലോ എന്ന് വർഷ പറയുന്നുണ്ട്. ഇത് കേട്ട് റൂമിന്റെ പ്രോബ്ലം അല്ല, അവിടെയുള്ള ആളുകൾക്കാ പ്രോബ്ലം എന്ന് സച്ചിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് സച്ചിയോട് രേവതി വെറുതെ പ്രശ്നമുണ്ടാക്കെന്നും അതെല്ലാം വിട്ടേക്കെന്നും പറഞ്ഞ് ഫുഡ് എടുത്തു വെക്കാമെന്നും പറഞ്ഞ് പോകുമ്പോഴേക്കും സച്ചി അവളെ പിടിച്ചു നിർത്തി, ഞാൻ എന്ത് പ്രശ്നമുണ്ടാക്കിയെന്നാ? വയ്യാതെ നീ എവിടെ പോയി കിടന്നതിനാ അമ്മ ഇപ്പോൾ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് എന്ന് സച്ചി പറയുമ്പോൾ, ഞാൻ എന്താ തെറ്റായി പറഞ്ഞത്? ഇന്നലെ സുധി ജോലി ചെയ്ത് ക്ഷീണിച്ച് റൂമിൽ കിടന്നോണ്ട് ഇവർക്ക് ഇന്നലെ റൂം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇവൾ ഇന്ന് നേരത്തെ റൂം പിടിച്ച് കിടത്തം ആരംഭിച്ചു എന്ന് ചന്ദ്ര പറയുമ്പോൾ, ഈ ആഴ്ച അവർ തന്നെയല്ല അവിടെ കിടക്കേണ്ടത്. രേവതി നേരത്തെ കിടന്നു വെച്ച് എന്താ ഇപ്പോൾ ദേഷ്യപ്പെടാനെന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് തനിക്ക് ഹാളിലൊന്നും കിടക്കാൻ കഴിയില്ലെന്ന് സുധി പറയുമ്പോൾ, എന്താ നിനക്ക് ഹാളിൽ കിടക്കാൻ പറ്റാത്തതെന്ന് സച്ചി ഒച്ച വെച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ പോലെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കാർ ഓടിക്കണ ജോലിയല്ല, എൻ്റേത് ബുദ്ധിപരമായ ജോലിയാ, മൈൻഡ് ഉപയോഗിക്കണം, നിനക്കതൊന്നും അറിയില്ലെന്ന് സുധി പറയുമ്പോൾ, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. ബിസിനസ് നടത്തി നോക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയുന്ന സുധി പറയുമ്പോൾ, 2 ദിവസമായപ്പോഴേക്കും ഇത്തരത്തിലാണോ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. എൻ്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. ഒരു ദിവസം എത്ര ഡീലേഴ്സിനോടും കസ്റ്റമേഴ്സിനോടുമാ സംസാരിക്കേണ്ടത്, ഒന്ന് ഇരിക്കാൻ കൂടി ടൈം കിട്ടാറില്ല എന്ന് സുധി പറയുമ്പോൾ, എന്നാൽ പിന്നെ അവിടെ തന്നെ ഒരു ബെഡ് ഇട്ടങ്ങ് കിടന്നൂടെ, വീട്ടിലേക്ക് വരണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനാണല്ലേ? പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് വന്ന സമാധാനമായി കുറച്ച് സമയം ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് സുധി പറയുമ്പോൾ, നിങ്ങൾ എന്താ ഊരു തെണ്ടി വന്നതാന്ന് വിചാരിച്ചോ? ഞാനും സുധിയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാ വരുന്നത്, ടയേർഡായി വീട്ടിലെത്തി റെസ്റ്റ് എടുക്കാനും കഴിയില്ല എന്ന് സുധി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഹാളിൽ റെസ്റ്റ് എടുക്കാൻ പാടില്ലേ? അവൾക്ക് പനിയായോണ്ടല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. രേവതി ചേച്ചി പനിയായിട്ട് റെസ്റ്റ് എടുക്കാൻ പോയതിന് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ശ്രീകാന്തും ചോദിക്കാം. രേവതി വയ്യാഞ്ഞിട്ടാ റെസ്റ്റ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതാണെന്ന് സച്ചിയോടായി പറഞ്ഞിട്ട് അവളെ ഡോക്ടറെ കാണിച്ചില്ലേന്ന് രവി ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ, ഇവൾ കേൾക്കണ്ടേ? ഗുളിക വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാനായി പോയപ്പോൾ ഞാൻ തന്നെയാ അവളോട് റൂമിൽ കിടക്കാനായി അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് പുറത്തെവിടെങ്കിലും റെസ്റ്റ് എടുത്താൽ എന്താ കുഴപ്പമെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, രേവതി ചേച്ചിക്ക് പൊള്ളുന്ന പനിയല്ലേ, തീരെ വയ്യാത്തോണ്ടല്ലേ ആ റൂമിൽ പോയി കിടന്നതെന്ന് വർഷ പറയുമ്പോൾ, ഇതെല്ലാം റൂം തട്ടിയെടുക്കാനുള്ള അവളുടെ ഒരു അടവാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. രേവതിയെ സപ്പോർട്ട് ചെയ്ത് വർഷ സംസാരിച്ചത് ഇഷ്ടപ്പെടാതെ ശ്രുതി വർഷയോടായി, നീ ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തോ, അടുത്തയാഴ്ച നിങ്ങളാ റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടത്, അപ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് ശ്രുതി പറയുമ്പോൾ, അന്നേരം ഞാൻ ശ്രീകാന്തിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവും, AC ഇല്ലാതെ തനിക്ക് കിടക്കാൻ കഴിയില്ലെന്ന് വർഷ പറയാ. ഇത് കേൾക്കുമ്പോൾ ആകെ ടെൻഷനോടെ ചന്ദ്ര വർഷയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് വർഷ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം വേണമെന്നും ഇല്ലെങ്കിൽ ഏതേലും ഹോട്ടലിൽ പോയി റൂം എടുത്ത് കിടക്കുമെന്നും സുധി കൂടി പറയുമ്പോൾ, എല്ലാവരും ഇങ്ങനെ പുറത്തു പോകുമെന്ന് പറയാതെ ഈ സച്ചി ചെയ്ത തെറ്റ് കാരണം എല്ലാവരും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായി നിൽക്കുകയാണെന്ന് ചന്ദ്ര രവിയോടായി പറയുമ്പോൾ, പോകുന്നവരെല്ലാം പോയിട്ട് വരട്ടെ, ഞങ്ങളും ഇതേപോലെ ഹാളിലും ടെറസിലും ഒക്കെയാണ് കിടന്നത്, അപ്പോൾ ആർക്കും ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു,
ഒറ്റ ദിവസം പുറത്തു കിടന്നപ്പോഴേക്കും അവർക്ക് മതിയായെന്ന് സച്ചി പറയുന്നുണ്ട്. രവീന്ദ്രൻ അപ്പോൾ സച്ചിയോടായി റൂമിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിരിക്കുക, ഇതിന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ രേവതിക്ക് തീരെ വയ്യാത്തോണ്ടാ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ റൂമിലേക്ക് കിടത്തിയതെന്ന് സച്ചി പറയുമ്പോൾ രവി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുക്കുന്നുണ്ട്. തൽക്കാലം രേവതി ചന്ദ്രയുടെ കൂടെ ഞങ്ങളുടെ റൂമിൽ കിടക്കട്ടെ, ഞാനും സച്ചിയും ശ്രുതിയും കൂടി ശ്രുതിയുടെ റൂമിൽ കിടക്കാമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി എവിടെ കിടക്കും, അവളില്ലാതെ തനിക്ക് ഉറക്കം വരില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട്. അവൾ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കിടക്കട്ടെ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. പിന്നീട് ചന്ദ്രയുടെ റൂമിലേക്ക് രേവതി കിടക്കാനായി വരുമ്പോൾ ശ്രുതി എവിടെയെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ശ്രുതി ഫുഡ് കഴിച്ചിട്ട് വരുമെന്ന് രേവതി പറയുമ്പോഴേക്കും എല്ലാം എൻ്റെ തലയിലെഴുത്താ, ദരിദ്രവാസികളുടെ കൂടെ കിടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവളെ കുറ്റപ്പെടുത്തുമ്പോൾ തനിക്ക് നിലത്ത് പായ വിരിച്ച് കിടന്നാലേ ഉറക്കം വരൂ, താൻ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ് രേവതി തറയിൽ പായ വിരിച്ച് കിടക്കുക. അവിടെ ശ്രുതിയുടെ റൂമിൽ സച്ചി പായ വിരിച്ച് നിലത്ത് കിടക്കുന്നത് കണ്ട് കട്ടിലിൽ വന്ന് കിടക്കാനായി രവി പറയുന്നുണ്ട്. 3 പേരും കൂടി കട്ടിലിൽ കിടന്നാൽ കംഫർട്ടായി കിടക്കാൻ കഴിയില്ലെന്ന് ശ്രുതി പറയുമ്പോൾ എന്നാൽ താൻ താഴെ കിടക്കാം, സച്ചി വന്ന് കട്ടിലിൽ കിടക്കെന്ന് രവി പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, അച്ഛനല്ലേ വയ്യാത്തത്, എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് പറഞ്ഞ് സച്ചി തറയിൽ തന്നെ കിടക്കുക. അപ്പോൾ ശ്രുതി അച്ഛനോടായി പറയുന്നുണ്ട് തനിക്ക് ശബ്ദം കേട്ടാൽ ഉറങ്ങാൻ കഴിയില്ലെന്ന്. അച്ഛൻ ഇപ്പോഴും കൂർക്കം വലിക്കാറുണ്ടോ? കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂർക്കം വലി കാരണം തനിക്ക് ഉറങ്ങാനേ പറ്റാറില്ലായിരുന്നു. ശബ്ദം കേട്ടാൽ തനിക്ക് ഉറക്കം വരില്ലെന്ന് സച്ചി പറയുമ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്നതാ, കഷ്ടപ്പെട്ട് പണിയെടുത്താൽ കൂർക്കം വലിച്ചു തന്നെ ഉറങ്ങും, നിനക്ക് പറ്റില്ലെങ്കിൽ ചെവിയിൽ പഞ്ഞിയും വെച്ച് കിടക്കുന്ന സച്ചി ശ്രുതിയോടായി പറയുന്നുണ്ട്. സച്ചി അപ്പോഴേക്കും എണീറ്റ് അച്ഛനൊരു കഥ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവാനുള്ളതാ, മിണ്ടാതെ കിടന്നുറങ്ങുന്ന ശ്രുതി പറയുന്നുണ്ടെങ്കിലും കുട്ടികളായിരുന്നപ്പോൾ ഇടിയും മഴയുമുള്ള സമയത്തൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ച് ഹാളിൽ കിടക്കുമ്പോൾ അച്ഛൻ കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ, അതുപോലൊരു കഥ പറഞ്ഞു തരുമെന്ന് സച്ചി വീണ്ടും ചോദിക്കുക. തനിക്കിപ്പോൾ ഒരു കഥയും ഓർമ്മയില്ലെന്നും സച്ചി ഏതെങ്കിലും കഥ പറഞ്ഞാൽ താൻ കേട്ടിരിക്കാമെന്നും രവി പറയുന്നുണ്ട്. സച്ചി അപ്പോൾ ശ്രുതിക്ക് കൊള്ളുന്ന രീതിയിൽ ശ്രുതിയുടെ കഥയാണെന്നും പറഞ്ഞ് അവൻ്റെ ഉറക്കം കെടുത്തി ഒരു കഥ പറഞ്ഞു തുടങ്ങുക. കഥ കേൾക്കുന്നതിനിടയ്ക്ക് രവി ഇടയ്ക്ക് കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടെങ്കിലും സച്ചി നിർത്താതെ വീണ്ടും കഥ പറഞ്ഞോണ്ട് ശ്രുതിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. സച്ചിയുടെ കഥ പറച്ചിലും അച്ഛൻ്റെ കൂർക്കം വലിയും ശ്രുതിയുടെ ഉറക്കം പോയി കിട്ടി. ശല്യം സഹിക്കാൻ കഴിയാതെ ഉറങ്ങാൻ കഴിയാതെ അവൻ എണീറ്റ് ഹാളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഫുഡെല്ലാം കഴിഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ചന്ദ്ര അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. രേവതി അപ്പോഴേക്കും നിലത്ത് പാ വിരിച്ച് കിടന്നിരുന്നു. ആൻറ്റി കട്ടിലിൽ സുഖമായി ഉറങ്ങിക്കോ, താൻ താഴെ കിടക്കാമെന്ന് ശ്രുതി പറയുമ്പോൾ അതൊന്നും വേണ്ട, മോൾ എൻ്റെ കൂടെ കട്ടിലിൽ തന്നെ കിടക്ക്, അല്ലെങ്കിൽ താഴെ കിടക്കുന്നവളുമാരെ കയറി കട്ടിലിൽ കിടക്കുമെന്ന് രേവതിയെ പറ്റി അർത്ഥം വെച്ച് ചന്ദ്ര പറയുന്നുണ്ട്. ഇവളുമാരെയെല്ലാം നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ നാളെ തലയിൽ കയറിയിരിക്കുമെന്ന് പറഞ്ഞ് ശ്രുതിയോട് കിടക്കാനായി പറയുന്നുണ്ട് ചന്ദ്ര. ഉറങ്ങാതെ കിടക്കുന്ന രേവതിക്ക് ഇത് കേട്ട് സങ്കടം വരുന്നുണ്ട്. ഉറക്കത്തിനിടയിൽ എന്തോ ശബ്ദം കേട്ടുണരുന്ന ശ്രുതി ഈ സമയത്ത് ആരാ മോട്ടർ ഓൺ ചെയ്തതെന്ന് ചോദിച്ച് എണീറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ചന്ദ്രമതി കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് കാണുന്നത്. ശ്രുതി അവരെ വിളിച്ചുണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒറ്റത്തട്ടിന് ശ്രുതി താഴേക്ക് വീഴുന്നുണ്ട്. രേവതി അപ്പോഴേക്കും നിലത്ത് കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ശ്രുതി പുതപ്പെടുത്ത് ചന്ദ്രയുടെ മുഖം വഴി മൂടിവെക്കാൻ നോക്കുമ്പോഴേക്കും അവരതും തട്ടി മാറ്റുന്നുണ്ട്. രേവതി കിടന്നുറങ്ങണ കണ്ട് ഈ കൂർക്കം വലിക്കിടയിലും ഇവൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. ശല്യം സഹിക്കാൻ കഴിയാതെ ശ്രുതിയും വിരിപ്പും തലയണയും എടുത്ത് ഹാളിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഉറക്കം വരാതെ ഇരിക്കുന്ന ശ്രുതിയെ കാണുന്നത്. അച്ഛൻ്റെ കൂർക്കം വലിയും സച്ചിയുടെ കഥ പറച്ചിലും കാരണം തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് ശ്രുതി പറയുമ്പോൾ അമ്മയുടെ കൂർക്കം വലി കാരണം തനിക്കും ഉറങ്ങാൻ പറ്റിയില്ലെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. ഇങ്ങനെ ഉറങ്ങാൻ റൂം ഇല്ലാതായാൽ പറ്റില്ല, ഇതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ശ്രുതി പറയുമ്പോൾ നമുക്കത് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഹാളിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ വൈകി എണീറ്റ് വരുന്ന രേവതിയെ ചന്ദ്ര വഴക്കു പറയുന്നുണ്ട്. എല്ലാവരും രാവിലെ ജോലിക്ക് പോകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന ചിന്തയില്ല നിനക്കെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കാം, തനിക്കത് പറ്റില്ലല്ലോ, ഒരു ദിവസമെങ്കിലും അവർക്കിതെല്ലാം ഒന്ന് ചെയ്തുകൂടെയെന്ന് രേവതി ചോദിക്കുക. ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് ഉണ്ടാക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എനിക്ക് വയ്യാത്തോണ്ടല്ലെന്ന് രേവതി പറയുക.
എന്താ ഇവിടെ ഒരു വഴക്കൊന്നും ചോദിച്ച് രവീന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ വൈകി എണീറ്റതും പോരാ ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് ഉണ്ടാക്കണമെന്ന് എന്ന് ചന്ദ്ര പറയുമ്പോൾ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോൾ പനി മാറിയില്ലെന്ന് രവി ചോദിക്കുക. ഇതെല്ലാം അവളുടെ അഭിനയമാ, എല്ലാരെയും പട്ടിണി കിടത്താനാ അവളുടെ പ്ലാൻ എന്ന് ചന്ദ്ര പറയുമ്പോൾ തീരെ വയ്യാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ നീ പറയുന്ന എല്ലാ ജോലിയും അവൾ ചെയ്യാറില്ലേ എന്ന് രവി ചന്ദ്രയോടായി ചോദിക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേന്നും ചോദിച്ച് ശ്രുതിയും പോവാൻ റെഡിയായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നണമെന്ന ഇവളുടെ ഓർഡർ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്താ അമ്മ ഇത്, രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല, ഹാളിൽ വന്നാ കിടന്നതെന്ന് ശ്രുതി പറയുമ്പോൾ രാവിലെ താനും അത് ശ്രദ്ധിച്ചു. എണീറ്റിരുന്നപ്പോൾ ശ്രുതി അടുത്തില്ല. എന്താ ഹാളിൽ വന്ന് കിടന്നേന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ തനിക്ക് റൂമിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ലെന്നും ശ്രുതിയില്ലാതെ ഉറക്കം വരില്ലെന്നും ശ്രുതി പറയാ. ഇത് കേട്ട് ചന്ദ്രമതി ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കുമ്പോൾ രാത്രി ഉറക്കവും വന്നില്ല, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുമില്ല എന്ന് ശ്രുതി പറയുമ്പോൾ നീ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് ശ്രുതി ചോദിക്കുക. ഇവൾ ഇപ്പോഴാ ഉറക്കം കഴിഞ്ഞു വന്ന് ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയുന്നതെന്ന് ചന്ദ്ര പറയുമ്പോൾ അവൾക്ക് പനിയായിട്ടല്ലെന്ന് രവി ചോദിക്കുമ്പോഴേക്കും ഒരു തവിയും കൈ പിടിച്ചോണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ തവിയൊക്കെ ആയിട്ടെന്ന് രവി ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് കഞ്ഞി ഉണ്ടാക്കാന്ന് സച്ചി പറയാ. അവളുടെ വയറ് നിറച്ചിട്ട് ഞങ്ങൾ പട്ടിണി കിടക്കണം അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി ഇന്ന് ഒന്നും ഉണ്ടാക്കാത്തോണ്ടാ ഈ പറയുന്നതെന്ന് രവിയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ചുണ്ടാക്കി തരാൻ രേവതി എന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് ജോലിക്ക് പോവാനുള്ളതാ, വിശന്നോണ്ട് എങ്ങനെയാ ജോലിക്ക് പോവാന്ന് സച്ചി ചോദിക്കുമ്പോൾ നിനക്ക് കഴിക്കണേൽ നിന്റെ ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറ എന്ന് സച്ചിയും പറയുന്നുണ്ട്. എന്നും രേവതിയല്ലേ ഉണ്ടാക്കാറ്, അവളായിട്ടല്ലേ ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല സുഖമില്ലെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കാലത്ത് 4 മണിക്ക് പൂവാങ്ങാൻ പോകുമ്പോൾ നല്ല ആരോഗ്യമാണല്ലോ, അമ്മയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞാലും എന്താ ഉത്സാഹം, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴേയുള്ളൂ ഈ ശരീരത്തിൻ്റെ വയ്യായകയൊക്കെ എന്ന് ചന്ദ്ര പറയുമ്പോൾ അവൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ദിവസം നിനക്കുണ്ടാക്കാൻ പാടില്ലെന്ന് രവി ചോദിക്കുക. ഇത് തന്നെയാ ഇവൾ ഉദ്ദേശിച്ചത്, നിങ്ങളിങ്ങനെ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നിട്ടാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ജോലിക്ക് പോവാൻ റെഡിയായി സമയമായില്ലേ, എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് വരുന്നത്. ഇന്ന് ആർക്കും ഫുഡില്ല, രേവതി ഉണ്ടാക്കിയിട്ടില്ലെന്ന് ചന്ദ്ര പറയുമ്പോൾ രേവതിക്ക് വയ്യാത്തോണ്ട ഉണ്ടാക്കാത്തതെന്ന് രവിയും പറയുന്നുണ്ട്. പനി മാറിയില്ലേ, പിന്നെന്തിനാ എഴുന്നേറ്റ് വന്നത്, റെസ്റ്റ് എടുത്തൂടായിരുന്നു എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇത്രയും നേരം റെസ്റ്റ് എടുത്ത് ഉറക്കം തന്നെയായിരുന്നു, നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ അവൾ ഇനി ഉച്ചവരെ പോയി കിടന്നുറങ്ങുമെന്ന് ചന്ദ്ര പറയുമ്പോൾ വയ്യാതെ എങ്ങനെയാ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ രേവതി ചേച്ചി ഒരു പാവമാ, അവര് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ക്ഷീണം തോന്നും, കണ്ടിന്യൂസ് ആയി പണിയെടുക്കണോണ്ടാ പനി വന്നതെന്നും പോയി റെസ്റ്റ് എടുക്കെന്നും വർഷ രേവതിയോടായി പറയുമ്പോൾ ഒന്നും വെച്ചുണ്ടാക്കാതിരുന്നാൽ ഞങ്ങൾ പട്ടിണി കിടക്കണമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. രേവതി തന്നെ ഈ വീട്ടിൽ വെച്ച് വിളമ്പണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്, ബാക്കിയുള്ളവർക്കും ചെയ്യാലോ, ഈ വീട്ടിൽ വേറെ 2 മരുമക്കളില്ലെന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലെന്നും അതുകൊണ്ടാണ് ഒരു ഷെഫിനെ തന്നെ കല്യാണം കഴിച്ചതെന്നും വർഷ പറയുന്നുണ്ട്. അപ്പോൾ അതാണോ കല്യാണം കഴിച്ചതിന്റെ കാരണമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതും ഒരു കാരണം തന്നെയാണെന്ന് വർഷ പറയുന്നുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചോളാന്നും പറഞ്ഞ് വർഷ ശ്രീകാന്തിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായി ശ്രുതിയോടായി രവി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച, വിളമ്പി വെച്ചാ കഴിക്കാനായി പെട്ടെന്ന് തന്നെ വന്നിരിക്കുമല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. തനിക്കതിന് കഴിയില്ലെന്നും ഒരു സ്പെഷ്യൽ ക്ലയന്റ് ഉണ്ടെന്നും ലേറ്റായെന്നും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാമെന്നും പറഞ്ഞ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് അവൾ ഉണ്ടാക്കി തന്നില്ലേൽ താൻ ഉണ്ടാക്കി തരാമെന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട, ഇപ്പോൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാൻ കഴിയില്ല, താൻ ഒരു ബിസിനസ്മാനാ, ദിവസക്കൂലിക്ക് വേല ചെയ്യുന്നവർക്ക് ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുപോലെയാണോ ഞങ്ങൾക്ക് കുറെ അധികം ഉത്തരവാദിത്തങ്ങളുണ്ട്, ലക്ഷങ്ങളുടെ ബിസിനസ്സാ ഞങ്ങൾ നടത്തുന്നത്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടാറില്ല, സമയം വൈകിയെന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുക. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ വീട്ടിലെ 4 ആളുകളും വെറും വയറോടെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ, ഇനി ഞങ്ങൾ 2 ആളും പട്ടിണി കിടക്കാം, നീയും നിന്റെ ഭർത്താവും കൂടി വയറ് നിറച്ച് കഴിക്ക് എന്നൊക്കെ ദേഷ്യത്തോടെ ചന്ദ്ര രേവതിയോടായി പറയുമ്പോൾ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ, അസുഖമില്ലാത്തപ്പോ അവൾ എല്ലാ ജോലിയും ചെയ്യുന്നതല്ലേ എന്ന് രവി ചന്ദ്രയോടായി ചോദിക്കുമ്പോൾ ഇതെല്ലാം രേവതിയുടെ കുറ്റം തന്നെയാ, എല്ലാവർക്കും വേണ്ടത് വെച്ചുണ്ടാക്കി വിളമ്പി കൊടുത്തതിന്റെ കൂലി, ഇനി മുതൽ അവൾ ആർക്കു വേണ്ടിയും ഒന്നും ഉണ്ടാക്കില്ല ഇവിടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്കായി പോവുക.
അവിടെ എത്തുമ്പോൾ രേവതി അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. വയ്യാതിരിക്കുമ്പോൾ ഇതെല്ലാം നീ ചെയ്യണമെന്നും ചോദിച്ച് സച്ചി അവളെ പിടിച്ചു വലിക്കുമ്പോൾ അവളെ തൊട്ടു നോക്കിക്കൊണ്ട് പനി രാത്രിയിലത്തെക്കാളും കൂടുതലാണല്ലോ എന്ന് ചോദിക്കുക. അതെല്ലാം റെസ്റ്റ് എടുത്താൽ മാറിക്കോളെന്ന് പറഞ്ഞ് രേവതി പാത്രം എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സച്ചി ചോദിക്കുക. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അവരെല്ലാം കഴിക്കാതെയല്ലേ പോയത്, അച്ഛനും അമ്മയ്ക്കും കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കണ്ടേന്ന് രേവതി ചോദിക്കുക. നീ ഇപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ഛനും അമ്മയും അത് കുടിച്ചോളും, പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം എന്ന് സച്ചി പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട, അതെല്ലാം അങ്ങ് മാറിക്കോളുമെന്ന് രേവതി പറയുക. പനി കൂടിയിരിക്കുന്നത് കണ്ടില്ലേ, നീ വേഗം പോയി ഡ്രസ്സ് മാറുന്ന സച്ചി പറയുമ്പോൾ അതെല്ലാം റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് രേവതി പറയുക. അവള് വലിയൊരു ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്നും പറഞ്ഞ് സച്ചി അവളെ അടുക്കളയിൽ നിന്നും വിളിച്ചോണ്ട് പോകുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.